ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ രണ്ട് കാര്യങ്ങളിലും കുറച്ച് ക്ലാരിറ്റി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് ഡിസ്കസ് ചെയ്യാലോ എന്ന് കരുതിയത്. എന്തൊക്കെയായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? മറ്റൊന്നുമല്ലായിരുന്നു, എന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റീസും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പേഴ്സണലി എന്റെ ലൈഫിൽ ചെയ്യണമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ട്രേഡിംഗ് പഠിക്കാം, ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതും ഒരു ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാലോ എന്ന് കരുതിയത്. സോ ഗൈസ്, അധികം സമയമൊന്നും വൈകിക്കുന്നില്ല. വെൽക്കം ടു ഹൗസ് ഓഫ് ട്രേഡിംഗ്. എന്താണ് എന്റെ ആക്ടിവിറ്റീസ് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. എന്റെ ട്രേഡിംഗ്, ഞാൻ ചെയ്യുന്ന വീഡിയോസ്, പിന്നെ ഞാൻ പേഴ്സണലി എന്റെ ഹൃദയത്തോട് വളരെ ചേർത്ത് വെച്ചിരിക്കുന്ന മിഷൻ 10,000 എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, ഒരു വിഷൻ ഉണ്ടായിരുന്നു. നമ്മളെ ചാനലും എന്നെയും കുറെ നാളുകളായിട്ട് കേട്ടോണ്ടിരിക്കുന്നവർക്ക് അറിയായിരിക്കും. പക്ഷെ അത് എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി ഞാൻ ഈ വീഡിയോയിലൂടെ തരാം. ആദ്യം തന്നെ ട്രേഡിംഗിലേക്ക് വരാൻ നേരം, ഞാൻ ഏത് കൈൻഡ് ഓഫ് ട്രേഡറാണ്? ബയർ ആണോ, സെല്ലർ ആണോ, ഇൻട്രാഡേ ട്രേഡർ ആണോ, പൊസിഷണൽ ട്രേഡർ ആണോ, അതോ ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു മാർക്കറ്റിലെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഇൻട്രാഡേ പ്ലെയർ അല്ലായിരുന്നു, ഞാനൊരു പൊസിഷണൽ ഓപ്ഷൻ സെല്ലർ ആയിരുന്നു. ഞാൻ എവിടെയാണ് എക്സ്പെർട്ടൈസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പയറി ഡേ ട്രേഡിംഗിലായിരുന്നു. എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യാൻ നേരം, നമ്മൾ ക്രിക്കറ്റ് മാച്ച് കളിക്കാൻ നേരം, ഫുട്ബോൾ മാച്ച് കളിക്കാൻ നേരം ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു പ്രതീതിയാണെന്ന് ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എക്സ്പയറി ഡേയിലേക്ക് വരാൻ നേരം എനിക്ക് പൊസിഷൻസ് എങ്ങോട്ട് പോയാലും എങ്ങനെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്താലും ശരി, ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എല്ലാ ദിവസവും തന്നെ പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിക്കും. ഞാൻ എക്സ്പയറി ഡേയിലേക്ക് വരാൻ നേരം വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നു എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഈ റീസെന്റ് വരുന്ന സ്പൈക്കുകൾ, അൺയൂഷ്വൽ മൂവ്മെന്റ്സ്, അങ്ങനെയുള്ളതെല്ലാം എന്റെ ക്യാപിറ്റലിന്റെ ഒരു ഭാഗം അത് പൊസിഷണൽ ട്രേഡിലേക്ക് മാറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ കറന്റ് ബഞ്ച് ഓഫ് ക്യാപിറ്റലിന്റെ ഒരു 70% അടുത്ത് ഇപ്പൊ പൊസിഷണൽ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ കറന്റ് ഏത് ട്രേഡിംഗ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനൊരു പൊസിഷണൽ ഓപ്ഷൻ സെല്ലർ ആയിരുന്നു. ആ ഒരു രീതിയിലാണ് ഞാൻ ഓൾമോസ്റ്റ് 70% ഓഫ് ദ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിപ്പോ എന്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈലിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഞാൻ എവിടെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? 4 അക്കൗണ്ട്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. 2 പ്രൊപ്രൈറ്ററി അക്കൗണ്ട്സ് ആയിരുന്നു, നമ്മൾ ഫേംസ് എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന പ്രൊപ്രൈറ്ററി അക്കൗണ്ടുകൾ. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ എന്റെ ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് തന്നെയായിരുന്നു. നിങ്ങൾ വെരിഫൈഡ് ലിങ്ക് കാണുന്നതും നിങ്ങൾ എന്റെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണുന്നതും എല്ലാം ഈ ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ടിലായിരുന്നു. ഈ അക്കൗണ്ടിലെ ട്രേഡുകളും ഈ അക്കൗണ്ടിലെ സ്ക്രീൻഷോട്ടുകളും ആയിരിക്കും നിങ്ങൾ കാണുന്നത്. കാര്യം എനിക്ക് ബാക്കി 3 അക്കൗണ്ട്സും നിങ്ങളുമായിട്ട് പേഴ്സണലി ഷെയർ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എടുക്കുന്ന ട്രേഡുകളാണ് നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ എന്തുകൊണ്ട് ഇപ്പോഴും ഫയേഴ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ: ടു ടീച്ച് യു ഗൈസ്. നിങ്ങളെ ട്രേഡിംഗ് പഠിപ്പിക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫയേഴ്സിൽ വെച്ച് ഡേ ഇൻ ഡേ ഔട്ട് ഫയേഴ്സിൽ ട്രേഡുകൾ എടുക്കുന്നത്. സോ ആ ട്രേഡുകളായിരുന്നു നിങ്ങൾ ഡെയിലി എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുള്ളവരും വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരും ടെലിഗ്രാം ചാനലിലുള്ളവരും ഒക്കെ കാണുന്നത്. അതിനകത്ത് നമ്മൾ എടുക്കുന്ന ട്രേഡുകളുടെ റിട്ടേൺസും കാര്യങ്ങളുമായിരുന്നു നിങ്ങൾ കാണുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് ബാക്കി അക്കൗണ്ട്സിൽ ട്രേഡ് ചെയ്യാൻ നേരം അതിൽ നിന്നുള്ള ബെനിഫിറ്റ് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു ചെറിയൊരു എമൗണ്ട് ഞാൻ ഫയേഴ്സിൽ ഹോൾഡ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്റെ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ് ചെയ്യുന്ന അക്കൗണ്ട്, എങ്ങനത്തെ ട്രേഡറാണ്, ഇൻട്രാഡേ പൊസിഷൻസ് എല്ലാം എടുക്കാറുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഇനി ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ സീരീസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ ഫയേഴ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഡെയിലി ട്രേഡുകൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കാം, ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിരിക്കാം, എപ്പോഴായാലും ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രേഡുകൾ അതേപോലെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ എങ്ങനെയായിരിക്കും പേഴ്സണലി ഹെൽപ്പ് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് കണ്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു മാസം മാത്രമേ ഏകദേശം ഒരു 4% റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. മിഡ്വേ പോലും ആയിട്ടില്ല, മാസത്തിന്റെ പകുതി പോലും ആയിട്ടില്ല. അതിന് മുമ്പാണ് നമ്മൾ 4% ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കണക്കിൽ പോയി കഴിഞ്ഞാൽ മാസം അവസാനം ആകാൻ 10% മേളിലേക്ക് റിട്ടേൺസ് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. 10% അധികം റിസ്കോ കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ എങ്ങനെ മാർക്കറ്റിൽ നിന്ന് സമ്പാദിക്കാമെന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഈ ട്രേഡിംഗ് മെത്തേഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൽ യൂസ് ചെയ്യാനായിട്ടും അവിടെ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്ത് പഠിക്കാനായിട്ടും ഒരുപാട് റിസ്ക് ഇല്ലാതെ ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് പയ്യെ അക്വയർ ചെയ്യാനായിട്ട് നിങ്ങളെയും ഇത് ഹെൽപ്പ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഫയേഴ്സിൽ ഈ പറഞ്ഞ 5% ഓഫ് ദ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്ത് ട്രേഡുകൾ എടുത്ത് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോ സീരീസ് തന്നെ നമ്മളുടെ പ്രോഫിറ്റും കാര്യങ്ങളും ഡെയിലി ഡേ ഔട്ട് റിവീൽ ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ഇപ്പോൾ റീൽസ് ആയിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ സീരീസ് ഉണ്ടായിരുന്നു. അത് ഡെയിലി ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ട്രേഡുകൾ അത് എന്താണോ
ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വൈകുന്നേരം ഒരു ഷോർട്ട് ഫോമിലോ ഒരു റീൽ ഫോമിലോ ആക്കിയതിനു ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ തരുന്നതായിരുന്നു. സോ ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. സോ ഇതായിരുന്നു ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വീഡിയോ പ്രോസസ്സ്. അന്നത്തെ ദിവസം എങ്ങനെയാണ് ട്രേഡ് ചെയ്തത്, എന്തൊക്കെ പൊസിഷൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഏത് സമയത്ത് നമ്മൾ എടുത്തു, അതിനകത്ത് എന്ത് റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു, അങ്ങനെയുള്ള ഒരു ഷോർട്ട് ഫോമിലുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ ഇപ്പോൾ നിലവിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു സീരീസിന് ഞാനൊരു പേര് കൊടുത്തത് ദ പ്രോഫിറ്റ് റിവീൽ സീരീസ് ഡേ 1, 2, 3, 4, 5 അങ്ങനെ. ആ വീഡിയോ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ട്രേഡിങ്ങിനെ പയ്യെ ആ ഒരു ഗ്രിപ്പ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആ സീരീസ് കാണാൻ നേരം മനസ്സിലാവും. ഇനി ഒരു കാര്യം കൂടെ സംസാരിക്കാനായിട്ടുള്ളത് അത് മിഷൻ 10,000 ആണ്. മിഷൻ 10,000 എന്താണെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. 10,000 വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് ഞാൻ തുടങ്ങിയ ഒരു മിഷനാണ്. ആ മിഷനിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇപ്പോഴും വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ എൻ്റെ ട്രേഡുകൾ ഷെയർ ചെയ്യുന്നതും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി തന്നിരിക്കുന്നത്. ഈ ഒരു മിഷന്റെ ഭാഗമാകാനായിട്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ക്ഷണിക്കുന്നത്. ആൻഡ് ഐ റിയലി വാണ്ടഡ് ഫ്രം ദ വെരി ബോട്ടം ഹാർട്ട് ഞാൻ പറയുവാണ്, എനിക്ക് 10,000 വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെ നമ്മളുടെ ഈ ചെറിയ സ്റ്റേറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ഐ നോ ദാറ്റ്, ഐ റിയലി നോ ദാറ്റ്, ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ഈ 10,000 സക്സസ്ഫുൾ ട്രേഡേഴ്സിനെ ജനറേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോഴും അത് എങ്ങനെയാണ് പോസിബിൾ ആക്കി എടുക്കുക എന്നാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അതാണ് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യമാണ് ചെയ്ത് തരുന്നതെന്നുള്ളത്. 2 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് ഞാൻ ഇപ്പൊ റൺ ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ള ഏകദേശം 1000 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെയും കൂടെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, കംപ്ലീറ്റ്ലി വാട്സപ്പിലേക്ക് നമ്മുടെ പ്രോഗ്രാംസ് കാര്യം ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ഒരു സ്ക്രീനിൽ ഇരുന്ന് എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. സോ ഒട്ടുമിക്ക എല്ലാവരും തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വാട്സപ്പിൽ 2 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഒന്ന് എന്റെ കോമൺ ആയിട്ട് ഞാൻ നേരത്തെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചു തന്നുകൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. വേറൊന്ന് ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ്. അതിന്റെ ഇനിഷ്യേറ്റീവും കാര്യങ്ങളും എല്ലാം റൺ ചെയ്തത് ഫയേഴ്സിന്റെ ടീം തന്നെയായിരുന്നു. ഈ 2 രീതിയിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇതിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ 2 ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഫ്രീ ആയിരുന്നു കേട്ടോ. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരുന്നു. 1 രൂപ പോലും നിങ്ങൾ എനിക്ക് തരേണ്ട, ആർക്കും കൊടുക്കണ്ട. പക്ഷെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ആദ്യത്തെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫയേഴ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. ആദ്യത്തെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്ട്ലി ക്ലിക്ക് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ദർ ഇസ് നോ ഫീസ്. ഞാൻ ഡെയിലി ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്. ഓരോരുത്തരും ഓരോ ചോദ്യം ചോദിച്ചാൽ പോലും അതിന് എടുക്കുന്ന സമയവും എനിക്ക് എൻ്റെ ട്രേഡിങ്ങിലുള്ള കോൺസെൻട്രേഷൻ പോകുന്നത് കൊണ്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പ് ഒരു 1 വേ ട്രാഫിക് പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യാനായിട്ടും പറ്റുന്ന കാര്യങ്ങളായിരുന്നു ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. അതൊരു ഓപ്പൺ ഗ്രൂപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാം, എനിക്ക് റിപ്ലൈ തരാനായിട്ട് സാധിക്കും. നമ്മൾ സാധാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ റൺ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ റൺ ചെയ്ത് പോകുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ലൈവായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട്സോ ക്ലിയറൻസോ വേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാനായിട്ട് സാധിക്കും. സോ എനിക്ക് അവിടെ തന്നെ റിപ്ലൈ തന്ന് നിങ്ങളുമായിട്ട് പഠിച്ച് എൻ്റെ കൂടെ നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഹാൻഡ് ഹോൾഡിംഗ് വേണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം ഫയേഴ്സിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾക്ക് സ്വയമേ പഠിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് ഗ്രൂപ്പിലും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ദ ചേഞ്ചസ് ദാറ്റ് രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരാൻ നേരം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും റിയൽ ടൈമിൽ നിങ്ങൾക്ക് റിസോൾവ് ചെയ്ത് എന്നോട് ചോദിച്ച് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഫയേഴ്സിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടത് ഫയേഴ്സിന്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആയിരുന്നു. ആ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഓപ്പൺ ചെയ്യുന്നവർക്കും ആക്റ്റീവ് ആയിട്ടുള്ള ഫയേഴ്സിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട് ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് എന്റെ കയ്യിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ആ ഒരു ഹാൻഡ് ഹോൾഡിങ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു പ്രോഗ്രസിലൂടെ നിങ്ങൾ പോകാൻ നേരം അധികം കാലമൊന്നും വേണ്ടി വരത്തില്ല നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ട്രേഡറായിട്ട് മാറാനായിട്ട്. ഈ ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് എന്തുകൊണ്ട് വേണം, എന്തിനാണ് വേറൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉള്ള നിങ്ങൾ ഒരു ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ലാസ്റ്റ് വീക്ക് നമ്മളൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് അത് പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതായിരുന്നു നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു
പ്രൊസീജിയർ. സോ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട്സിന് കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി ലഭിക്കാനുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 സ്ഥലത്ത് നിന്നാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരുന്നു ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. രണ്ടാമത്, ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആയിരുന്നു. ആ ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഫയേഴ്സിന്റെ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് പോലും ഇല്ലാത്തൊരു അക്കൗണ്ട് ആയിരുന്നു നിങ്ങൾ കരുതണം. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അവിടെ. പക്ഷേ ആ ഗ്രൂപ്പിലേക്ക് വരാനായിട്ട് ഒരു ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമായിട്ട് വേണമായിരുന്നു. അപ്പൊ ഈ 2 ലിങ്കുകളും ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു മിഷന്റെ ഭാഗമാകാനായിട്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുവാണ്. ഡെഫിനറ്റ്ലി കം ജോയിൻ ദ ഗ്രൂപ്പ്, ബി എമംഗ് ഓൾ ദ ട്രേഡേഴ്സ് ആൻഡ് യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ഫ്രം ദിസ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമല്ലോ എന്ന് ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. സോ ഗൈസ്, താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. See you with yet another video. Happy trading.